വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുന്നു. ഐബോ ഡ്രോൺ പരിശോധനയ്ക്കായുള്ള സംഘം ചൂരൽമലയിലെത്തി. കെടാവർ നായകളുടെ തെരച്ചിൽ മേഖലയിൽ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി ബെയിലി പാലത്തിലൂടെ 1500 പേരെ മാത്രമേ ഒരു ദിവസം കടത്തിവിടൂ. ചാലിയാർ തീരത്തെ പരിശോധന ഇന്നും തുടരുന്നു. പുഴ കേന്ദ്രീകരിച്ച് ഇരുട്ടുകുത്തി മുതൽ ചാത്തമുണ്ട വരെയുള്ള മേഖലകളിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. 8ഇടങ്ങളിൽ മനുഷ്യ സാന്നിധ്യമുള്ളതായി ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തൽ ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ലക്ഷ്മി പത്മയും ചൂരൽമലയിൽ നിന്ന് സരീഷ് പി.കെയും ചാലിയാറിന്റെ തീരത്ത് നിന്ന് രമ്യ ദാസുമാണ് ചേരുന്നത്. ആദ്യം ലക്ഷ്മി പത്മയിലേക്കാണ്. സരീഷ് പി.കെയിലേക്കാണ്. സരീഷ്, ചൂരൽമലയിൽ ഇന്നും ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നത്? ബെയിലി പാലത്തിലൂടെ കടന്നു പോകാവുന്ന രക്ഷാപ്രവർത്തകരുടെ എണ്ണത്തിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേരാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്? അവിടെ മുണ്ടക്കൈയിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്? ഇന്ന് എല്ലാ സോണുകൾ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധന നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെയാണ് ഡ്രോൺ പരിശോധന ഈ മേഖലയിൽ, അതായത് ബേലി പാലത്തിന് സമീപത്തുള്ള മേഖലയിൽ നടത്തിയത്. അതിൻ്റെ ഭാഗമായി പല ഭാഗങ്ങളിലായി ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലും JCB എത്തിച്ച് കുഴിച്ചുള്ള പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ നേവിയുടെ പ്രത്യേക സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഈ തിരച്ചിലിൻ്റെ ഭാഗമാവും. ഈ വഴിമാറി ഒഴുകിയ പുഴയിലെ ചില ഭാഗങ്ങളിലും മനുഷ്യ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഴയിൽ കൂടി അവർ പരിശോധന നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നേവി സംഘം ഇന്ന് ഈ പുഴയോട് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ JCB ഉപയോഗിച്ച് കുഴിച്ചുള്ള പരിശോധനകൾ കൂടി നടക്കുകയാണ്. കാരണം ഇന്നലെയാണ് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ 2 സ്ഥലത്ത് ശരീരഭാഗങ്ങളുണ്ട്. അതായത് റോഡിനോട് ചേർന്നുള്ള 2 ഭാഗത്ത് ഈ മനുഷ്യ ശരീര സാന്നിധ്യം ഉണ്ടാകാം എന്നൊരു നിഗമനമായിരുന്നു എത്തിയത്. അതിൻ്റെ ഭാഗമായി ചില പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ കടാവർ നായ്ക്കളെ കൂടുതലായി എത്തിച്ച ഈ മേഖലയിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഡ്രോണിൽ സിഗ്നൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധന നടത്തിയാൽ പോലും ആഴത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. കാരണം അത്തരം മേഖലകളിൽ, അതായത് ഈ മേഖലകളിലൊക്കെ വ്യാപകമായി മണ്ണ് ഒപ്പം തന്നെ കല്ലുകളൊക്കെ അടിഞ്ഞ നിലയിലാണ്. അപ്പോൾ അത്തരം മേഖലകളിൽ കൂടുതലായി പരിശോധന നടത്തുമ്പോൾ അപകടത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മണ്ണ് മാറ്റുകയും അവിടെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലൊക്കെ ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്. ജലാംശം വളരെയധികം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ പാറകളും മണ്ണും നീക്കുമ്പോൾ സ്വാഭാവികമായും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. അത് ഈ JCBയുടെയും ഇറ്റാച്ചിയും ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ നായ്ക്കളെ ഉപയോഗിച്ച് കൃത്യമായി പരിശോധന ഒന്നുകൂടി നടത്തണം എന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ കൂടുതൽ കടാവർ നായ്ക്കളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 16ലേറെ കടാവർ നായ്ക്കളാണ് ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇന്നലെ നിലവിൽ നേവിയുടെയും ഒപ്പം തന്നെ കർണാടക സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും ഈ പ്രത്യേക പരിശീലനം ലഭിച്ച കടാവർ നായ്ക്കളെ ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. അവരാണ് ഈ മേഖലയിൽ ഒട്ടാകെ ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും എല്ലാ 6 മേഖലകൾ കേന്ദ്രീകരിച്ച് 6 സോണുകൾ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധന ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ പലപ്പോഴും ലഭിക്കുന്നത് ഈ മുണ്ടക്കൈ, ഒപ്പം തന്നെ ഈ വെള്ളാർ സ്കൂളിന് സമീപത്തു നിന്നും വെള്ളാർ വില്ലേജ് ഓഫീസ് സമീപത്തു നിന്നൊക്കെയാണ്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് ഡ്രോൺ പരിശോധന നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അവിടെയാണ് ഈ കൂടുതൽ വലിയ പാറക്കല്ലുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ആ പാറക്കല്ലിന് മുകളിലൂടെയുള്ള ഡ്രോൺ പരിശോധന എത്രത്തോളം പ്രാവർത്തികമാവും എന്നുകൂടി അറിയണം. കാരണം ആ മേഖലയിൽ നിരവധി വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട്. 100ലേറെ വീടുകൾ ഈ മുണ്ടക്കൈ മേഖലയിൽ മാത്രം തകർന്നതായാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ പ്രദേശവാസികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനും എത്രയോ ഇരട്ടി വീടുകൾ അവിടെ ഉണ്ടായിരുന്നു
ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്രയേറെ പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ 200-ലേറെ പേരെ ഇനിയും ലഭിക്കാനുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായി പറയുന്നത്. അപ്പോൾ അത്രയേറെ പരിശോധന നടത്തിയാൽ, അല്ലെങ്കിൽ എത്രത്തോളം പരിശോധന നടത്തിയാൽ ഈ മുഴുവൻ ആളുകളെയും കണ്ടെത്താനാകും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, എത്രത്തോളം ആഴത്തിലാണ് ഈ കുഴിയെടുത്ത് പരിശോധന നടത്തുന്നത് എന്ന് നമുക്ക് കാണാം. നേരത്തെ ഇവിടെ ഒരു റോഡായിരുന്നു, ഈ റോഡ് വഴിയിലൂടെയാണ് ആളുകൾ കടന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്നും എത്രയോ ഉയരത്തിലാണ് ഇപ്പോൾ മണ്ണ് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ JCBയുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ബക്കറ്റിൽ മണ്ണ് നമുക്ക് കാണാം. അതായത് വളരെ ആഴത്തിൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ മൃതദേഹമുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്താനാവൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഒന്നാകെയുള്ള കുഴിച്ചുള്ള പരിശോധന, ആ പുഴയ്ക്ക് സമീപത്ത് അല്ലെങ്കിൽ കൈവരിക്ക് സമീപത്ത് വരെ കൃത്യമായി മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. നേവി സംഘം പല ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുകയാണ്. എന്തായാലും അവർ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല, പക്ഷേ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ അവർ പരിശോധന നടത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബേലി പുഴയുടെ മറ്റൊരു ഭാഗത്ത് വലതുഭാഗത്തും സമാനമായ രീതിയിൽ 3 സോണുകളായി തിരിച്ച് ബേലി പാലത്തിന് സമീപം, ഒപ്പം തന്നെ വെള്ളാർ സ്കൂളിന് സമീപം, അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിന് ആ റോഡ്, അങ്ങനെ ഈ 3 മേഖലകളിലും, അതോടൊപ്പം ഈ പുഞ്ചിരിമട്ടം, ഒപ്പം അതിന് താഴെയുള്ള മേഖലകൾ, ഇവിടെയെല്ലാം തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇവിടെയെല്ലാം തന്നെ പരിശോധന ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം മറ്റു ഭാഗങ്ങളിൽ കൂടി ഉള്ള പരിശോധന, അതായത് ഇതിനോട് ചേർന്നുള്ള കൈവരികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള പരിശോധന നിർബന്ധമായും പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഒരു സാധ്യതയുള്ളത് ഈ പുഞ്ചിരിമട്ടത്തെ പരിശോധന ഒരുപക്ഷെ ഇന്ന് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പുഞ്ചിരിമട്ടത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് ഇന്നലെ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഈ റേഷൻ കാർഡ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി പൂർത്തിയാക്കുമ്പോൾ ഇന്ന് വൈകിട്ടോടെ എത്ര പേരെ കാണാനുണ്ട് അല്ലെങ്കിൽ കണ്ടെത്താനുണ്ട്, എത്ര പേർ ഈ ക്യാമ്പുകളിലുണ്ട്, അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകും എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത്. കാരണം ഈ മേഖലയിലെ 2 റേഷൻ കടകൾ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ആളുകളുടെ എണ്ണം കേന്ദ്രീകരിച്ചുള്ള പരിശോധന മുഴുവനായി ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാക്കും എന്നായിരുന്നു റവന്യൂ മന്ത്രി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് വൈകിട്ടോടെ തന്നെ ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട്, എത്ര പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്, എത്ര പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തമാണ്. അവിടെ തെരച്ചിൽ കാര്യക്ഷമമായി തന്നെയാണ് നടക്കുന്നത്.